ഒരു സ്കൂൾ ആവശ്യപ്പെട്ടു. പക്ഷെ അന്നത്തെ ആ പരിതസ്ഥിതിയിൽ ഒരു സ്കൂൾ ഒരാൾ വേണമെന്ന് പറയുമ്പോൾ വേണ്ടിടത്തൊക്കെ അല്ലെങ്കിൽ എല്ലായിടത്തും കൊണ്ട് സ്കൂൾ വെക്കാൻ പറ്റില്ലല്ലോ, അതിനതിൻ്റെതായ നിയമങ്ങളുണ്ട്. അന്നത്തെ ഒരു മന്ത്രി ആ സന്ദർഭത്തിൽ ആ സ്കൂളിനുള്ള അനുമതി കൊടുത്തില്ല. ആ സന്ദർഭത്തിൽ ഇവിടെ വന്ന് പ്രസംഗിച്ചത് സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ മുകളിലുള്ള പ്രസിഡന്റ്, കാന്തപുരം മുസ്ലിയാരുടെ പ്രസിഡന്റ്, ആ പ്രസിഡന്റ് പ്രതികരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ. മലപ്പുറത്ത് കുട്ടിപ്പടിയിൽ ഒരു തങ്ങളൊരു ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ നിൽക്കും, സ്ഥലത്തൊക്കെ തുടങ്ങി നോക്കിയപ്പോ ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല, നിന്റെ മാപ്പന്റെ സ്കൂള് ഗവൺമെന്റ് നിലവിളിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. കണ്ടോ, ഒരു സ്കൂൾ അനുവദിച്ചില്ല ഒരു മന്ത്രി. ആ മന്ത്രി സ്കൂള് അനുവദിക്കാതിരുന്നപ്പോ അതിനെതിരെയുള്ള പ്രതിഷേധ കേട്ടത് നിന്റെ വാപ്പാന്റെതാണല്ലോ ആ സ്കൂള്. ഇതെവിടുന്ന നമ്മൾ കേൾക്കാറ്? ഇത് എവിടുന്നാ നമ്മൾ സാധാരണ കേൾക്കാറ്? ഒരു ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഇത് കേൾക്കാൻ കഴിയോ? ഇല്ല. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പഠിപ്പിച്ചു തന്നു മുഅ്മിനിന്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? മിനൽ കബായിർ, വൻ പാപങ്ങളിൽ പെട്ടതാണ്, വൻദോഷങ്ങളിൽ പെട്ടതാണ് ശതുർ റജുലി വാലിദൈഹി, ഒരുത്തൻ തന്റെ വാപ്പയെ ഉമ്മയെ ചീത്ത പറയുക എന്നത്, തന്റെ ഉപ്പയെ ചീത്ത വിളിക്കുക എന്നത്, തന്റെ ഉമ്മയെ ചീത്ത വിളിക്കുക എന്നത് വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് റസൂലുള്ളാഹി പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഹൽ യസ്തിമുർ റജുലു വാലിദൈഹി, ഏതെങ്കിലും ഒരാൾ തന്റെ ഉപ്പയെ ചീത്ത വിളിക്കുമോ, തന്റെ ഉമ്മയെ ചീത്ത വിളിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു, നാം, തീർച്ചയായും ഒരാൾ തന്റെ ഉപ്പയെ ചീത്ത വിളിക്കും, ഒരാൾ തന്റെ ഉമ്മയെ ചീത്ത വിളിക്കും. യസുബ്ബു അബർ റജുലി ഫയസുബ്ബു അബാ വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു. ഒരുത്തൻ മറ്റൊരുത്തന്റെ വാപ്പക്ക് വിളിച്ചാൽ, മറ്റൊരുത്തന്റെ വാപ്പ മോശമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ വാപ്പക്ക് തന്തക്ക് വിളിച്ചാൽ അവൻ സ്വയം വാപ്പയാണ് ചീത്ത പറയുന്നത്, സ്വന്തം പിതാവിനെയാണ് അവൻ ചീത്ത പറയുന്നത്. ഒരുത്തൻ മറ്റൊരുത്തന്റെ ഉമ്മക്ക് ചീത്ത പറഞ്ഞാൽ തീർച്ചയായും അവൻ സ്വന്തം ഉമ്മക്കാണ് ചീത്ത പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് പഠിച്ച ഒരാൾ വേറെ വാപ്പക്ക് വിളിക്കൂ? ഇല്ല. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രസിഡന്റ് 1000 കൂടിയ സദസ്സിൽ കയറിയിട്ട് മന്ത്രിയുടെ തന്തക്ക വിളിക്കും.